ദുഹാ നമസ്കരിക്കുക. ദുഹാ നമസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. രാവിലെ ഒരു 7:30 മണി സമയം, അങ്ങനെ പറയുന്നത് ഒരു കൃത്യത വെക്കാൻ വേണ്ടിയിട്ടാണ്. മുഹറിന് മുമ്പായി 2 റക്അത്ത് സുന്നത്തെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത്, അല്ലെങ്കിൽ ഒരു 8 റക്അത്ത്, 2 റക്അത്ത് വീതം ഒരു 8 റക്അത്തെങ്കിലും സുന്നത്ത് നമസ്കരിക്കാം ദുഹായുടെ നിയ്യത്ത് വെച്ച്. 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് പോന്നാൽ തന്നെ വലിയ ഖൈറാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നമസ്കാരത്തിന് സ്വലാത്തുൽ ദുഹാ എന്നും പേരുണ്ട്, സ്വലാത്തുൽ ഹല്ല് എന്നും പേരുണ്ട്. സ്വലാത്തുൽ ഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടേണ്ടതാകുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാൻ ഉപയുക്തമായ നമസ്കാരം. നമുക്ക് അല്ലാഹു ചില അനുഗ്രഹങ്ങൾ ഏകിയിട്ടുണ്ട്. വലിയൊരു ഖൈറായ വീട്, അല്ലെങ്കിൽ നല്ലൊരു ജോലി, നല്ലൊരു ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പടച്ചവനത് തീരുമാനത്തിലുണ്ട്, ഖദർ ഖലായിലുള്ളതാണ്. പക്ഷെ ആ അനുഗ്രഹം നമുക്ക് കിട്ടേണ്ടത് എപ്പോഴാ? ഇപ്പൊ കിട്ടണം. അല്ലാതെ കുറെ കഴിഞ്ഞ് വയസ്സ് 90 ചാകാൻ കിടക്കുമ്പോ കിട്ടിയിട്ട് കാര്യമില്ല. നല്ല വീടും നല്ല വാഹനമൊന്നും ഇറക്കി ഓടിക്കാനുള്ള ആരോഗ്യമില്ല. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. അപ്പൊ അത് കിട്ടേണ്ടത് ഇപ്പോഴാണ്. ആ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടിരിക്കാൻ, ആ അനുഗ്രഹങ്ങൾ കൃത്യമായി വേണ്ട സമയത്ത് നമുക്ക് ലഭിക്കാൻ ഈ നിസ്കാരം ഉപകരിക്കും. ഏത് നിസ്കാരം? ദുഹായുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആ നിസ്കാരത്തിന് ഇമാമിങ്ങൾ മറ്റൊരു പേരും പറഞ്ഞു. ഏതാണത്? സ്വലാത്തുൽ ഹല്ല്. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ശരിക്കും ദുആ ഇരക്കണം. എന്ത്? അല്ലാഹുവേ, എനിക്ക് നീ എന്ത് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ, എനിക്ക് നൽകാൻ നിന്റെ ഖജനാവിൽ നീ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇപ്പൊ ആവശ്യമുണ്ട്, നീ എനിക്ക് നൽകണേ എന്ന് കണ്ണീരോടുകൂടി ദുആ ഇരക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരിമാരെ, റമദാൻ കഴിഞ്ഞ് ഇത്ര ദിവസമായി, ശവ്വാൽ തീരാറായി. ആര് തുടർത്തിക്കൊണ്ടുവന്നു ഈ നമസ്കാരം? റമദാനിൽ പല ഉമ്മമാരും നിസ്കരിച്ചിരുന്ന, പല ഉപ്പമാരും റമദാനിൽ നമസ്കരിച്ചിരുന്നവരാണ്. റമദാന് ശേഷം ആ ദുഹാ നമസ്കാരത്തെ നമ്മൾ കളഞ്ഞു കുളിച്ചു. നമസ്കാരം കറക്റ്റായി തുടർത്താത്തവരുണ്ട്, തഹജ്ജുദ് നഷ്ടപ്പെടുത്തിയവരുണ്ട്, വിത്ർ നമസ്കാരത്തെ ഗൗനിക്കാത്തവരുണ്ട്. വിത്ർ മുമ്പ് നമസ്കരിച്ചിരുന്നവരാ. ഇശാ കഴിഞ്ഞ് തറാവീഹും 20 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇമാമും ജമാഅത്തുമായി 3 റക്അത്ത് വിത്ർ നമസ്കരിച്ച ഹാജിയാര് അന്നൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അയാൾ ഇശാ പോലും ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വലിയ വിഷയമാണ്. പിന്നെ അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ നമ്മൾ തന്നെയാണ് പ്രശ്നക്കാർ. നമ്മുടെ റിസ്ക്കിനെ തടസ്സം ചെയ്ത് നിൽക്കുന്ന ആളുകൾ നമ്മൾ തന്നെയാണ്. ആ റിസ്ക്കിന്റെ കവാടം തുറന്നു കിട്ടണമെങ്കിൽ, എല്ലാവിധ ഖൈർ ബറകാത്തുകൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമസ്കാരമാകുന്ന മഹിതമാകുന്ന ഇബാദത്തിന് ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മുടക്കം വരാൻ പാടില്ല. അത് ഏതൊക്കെ സമയങ്ങളിലുണ്ട് അതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. അവ സുന്നത്ത് നമസ്കരിക്കാൻ കുട്ടികളെ കൊണ്ട് ആ സുന്നത്ത് നമസ്കാരത്തിൽ വരുന്ന അപാകതകളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ വാപ്പ മകന് പറഞ്ഞു കൊടുക്കണം. അവന്റെ റുക്കൂവും സുജൂദും ഇഅ്തിദാലും അതിലെല്ലാം ചെല്ലേണ്ട ദിക്റുകളും ഒക്കെ പറഞ്ഞു കൊടുക്കണം. മദ്രസയിൽ പഠിച്ചതാണ്, ശരി തന്നെയാണ്. പക്ഷെ ഇതൊക്കെ കറക്റ്റായിട്ട് മക്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഇന്ന് വരെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമുക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം ഇതുവരെ സ്കൂളിന്റെ സമയമായിരുന്നു. രാവിലെ ബാഗ് തൂക്കിയിട്ട് മക്കളെ ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് ഓടുകയായിരുന്നു. 7-8 മാസമായിട്ട് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവരോടൊരു 15 മിനിറ്റെങ്കിലും സംവദിക്കേണ്ടതാണ്, സംസാരിക്കേണ്ടതായിരുന്നു എല്ലാ ദിവസവും. എങ്കിലേ മക്കളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ, മാതാപിതാ എന്നുള്ള ആ ബന്ധമുണ്ടാവും. അപ്പാ ഉമ്മ എന്നുള്ളൊരു ബന്ധമുണ്ടാകണമെങ്കിൽ എല്ലാ ദിവസവും ആ ബന്ധം നമ്മൾ പ്രത്യേകമായി ഊട്ടിയുറപ്പിക്കണം. അത് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തളികയിൽ തീന്മേശയിൽ ഒരുമിച്ചിരുന്നു കൊണ്ടാണെങ്കിൽ പോലും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനൊന്നും സമയം പറ്റിയില്ല എങ്കിൽ ഈ വേനലവധി സമയത്തെങ്കിലും എല്ലാ ദിവസവും അവരുമായിട്ടൊരു ബന്ധമുണ്ടാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവരെ ഒരു മകനെ വിളിച്ചിട്ട് നിന്റെ അത്തഹിയ്യാത്ത് ഓതിക്ക് മടുവ. അപ്പൊ അവൻ അത്തഹിയ്യാത്ത് ഓതി നേരെ ഫാത്തിഹയിലേക്ക് കയറിപ്പോയി. അല്പം ഓതിയിട്ട് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു വൈറുൽ മഗ്ദൂബി അലൈഹി, അക്കോലത്തിലാണ് അവന്റെ അത്തഹിയ്യാത്ത്. കാരണം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കാൻ. അപ്പൊ അവന് തിരുത്തി കൊടുക്കണം. ഖുനൂത്ത് ഓദിക്കണം അവരെ കൊണ്ട്. ചെറിയ കുട്ടികളാണ്, അപ്പൊ തിരുത്തി കൊടുക്കണം. അതിൽ വരുന്ന അപാകതകൾ പറഞ്ഞു കൊടുക്കണം. അവൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ് തിരുത്തി കൊടുക്കണം. ഇതൊക്കെ മദ്രസയിൽ പഠിച്ചിട്ട് പോയതാണ്. ഇതൊക്കെ പ്രാക്ടിക്കൽ ആവണം. തിയറി പഠിച്ചതേ ഉള്ളൂ. ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കൽ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലാണ്. പാപ്പ ശ്രദ്ധിക്കണം. ഉമ്മ പെൺമക്കളെ അതേപോലെ തന്നെ ശ്രദ്ധിക്കണം. ഖുനൂത്ത് ഓദിക്കണം. അപ്പൊ അതിൽ വരുന്ന അപാകതകൾ പറഞ്ഞു കൊടുക്കണം. നമസ്കാരത്തിൽ വരുന്ന പോരായ്മകൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് ഒരു സുജൂദിൽ കൈവെക്കേണ്ടത് സ്ത്രീകൾ പറഞ്ഞു കൊടുക്കണം, ഉമ്മ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയായിരിക്കണം അവരുടെ വസ്ത്രവിധാനം ഉമ്മ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ വേനലവധി കാലത്ത് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയത് അത് ചിന്തിച്ചു നോക്ക്. ഇത്രയും ദിവസം കഴിഞ്ഞു. ഇപ്പൊ 11 ഏപ്രിൽ 11. സ്കൂൾ അവധി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന 2 ആഴ്ചക്കാലത്തോളം എന്ത് ചെയ്തു നമ്മൾ? എന്ത് പഠിപ്പിച്ചു മക്കളെ നമ്മൾ എന്ത് പഠിപ്പിച്ചു? എന്ത് നന്മയിലേക്ക് നമ്മൾ വഴി നടത്തി?
എന്തെങ്കിലും പ്രവാചകന്മാരുടെ അംബിയാ മുർസലീങ്ങളുടെ സ്വഹാബുകളുടെ മഹത്തുക്കളുടെ ചരിത്രത്തിന്റെ പുസ്തകങ്ങൾ പറഞ്ഞു കൊടുത്തോ, പഠിപ്പിച്ചു കൊടുത്തോ? ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും പറയാം. അതും നമുക്കുണ്ടായിട്ടില്ല. മുൻഗാമികളാകുന്ന മഹത്തുക്കളുണ്ട്, അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഇറാഖിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മഹാനുഭാവനാണ്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ ഏറ്റവും ഉദാത്തമാകുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തിയതാകുന്ന മഹത്തുക്കളിൽപ്പെട്ട മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മശായിഖന്മാരിൽ പ്രമുഖനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അവരുടെ തരീഖത്ത് പോകുന്നത് അവരിലേക്കാണ്. സൂഫി സൽസരണിയിലെ സൂര്യ തേജസ്സായി നിലകൊണ്ട മഹാനുഭാവനാണ്. ബഗ്ദാദിൽ ജനിക്കുകയും അവിടെ തന്നെ അന്ത്യവിശ്രമം ചെയ്ത മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അവരുടെ ശൈഖാണ്, അവരുടെ ഭാര്യാപിതാവാകുന്ന സരിയുസ് സഖ്തി റളിയല്ലാഹു അൻഹു. അവരുടെ ചാരത്ത് തന്നെയാണ് അവരുടെ ഖബർ ഷരീഫുള്ളത്. അൽഹംദുലില്ലാഹ് പലപ്പോഴും പോകാൻ ഈ വിനീതൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. നമുക്കൊക്കെ പോകാനും ഒരു സിയാറത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇറാഖിൽ തന്നെയാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഖ്ബറയുള്ളത്. അവിടെ തന്നെയാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്നത്. അവിടെ തന്നെയാണ് മുഹയ്യിദ്ദീൻ ശൈഖിന്റെയും ഈ മശായിഖന്മാരുടെ ഒക്കെ ശൈഖാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന മഹത്വക്കളിൽപ്പെട്ടതാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നത്. അവരുടെ തൊട്ട് തലയുടെ മുകളിൽ ചാര തന്നെയാണ് സരിയുസ് സഖ്തി റളിയല്ലാഹു അൻഹു. ഭാര്യാപിതാവാണ്, അവരുടെ ശൈഖ് അവറുകളാണ്. അവരുടെയും മശായിഖന്മാരുണ്ട്. അതിനിങ്ങനെ പരമ്പര മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങുന്ന വലിയ വിശാലമായ പരമ്പര, പ്രവാചകരിലേക്ക് ചെന്ന് നിൽക്കുന്ന മഹത്തുക്കളുടെ പരമ്പര, സിൽസില തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരൊക്കെ അന്ത്യവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് ഇറാഖ്. അല്ലാഹു ആ മഹത്തുക്കളുടെ പൊരുത്തം നമ്മുടെ ഈ സദസ്സിൽ നസീബാക്കുമാറാവട്ടെ. അതിലൂടെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മയും അല്ലാഹു സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു ദിവസം 300 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. എത്ര റക്അത്താണ്? 300 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. സുന്നത്ത് നമസ്കാരമാണ് ഈ പറയുന്നത്. ഫർള് എന്തായാലും 17 ഉള്ളൂ. രാവിലെ സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, 17 റക്അത്താണ് ഫർളുകളുള്ളത്. സുന്നത്തുകൾ അദ്ദേഹം നമസ്കരിക്കുന്നത് നിരുപാധികം സുന്നത്ത്. ഈ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് ഒന്നുമല്ല. അതല്ലാതെ അദ്ദേഹം എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. ആലോചിച്ചു നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യൻ പിന്നെ എങ്ങനെ അവർ സൂഫി സൽസരണിയിൽ ഉന്നത ശ്രേണിയിൽ എത്താതിരിക്കും? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മശായിഖന്മാരിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അല്ലാഹു കൊടുത്ത പൊരുത്തം നമുക്ക് നൽകട്ടെ. മാത്രമല്ല 30,000 തസ്ബീഹ് സുബ്ഹാനല്ലാഹ് ഒരു ദിവസം ചൊല്ലുമായിരുന്നു. എത്രയാണ്? 30,000 തസ്ബീഹ്. അതൊക്കെ നിസ്സാരമല്ല. നമ്മൾ പറയും ഇതൊക്കെ എവിടുന്ന് സമയം കിട്ടുന്നത്? മനുഷ്യൻ അതിനുവേണ്ടി ഇരുന്നാൽ ഇതിനൊക്കെ സമയം കിട്ടും സഹോദരങ്ങൾ. നമ്മളൊക്കെ തിരക്കാണല്ലോ. നമ്മൾ ഈ തിരക്കിനിടയിലല്ലേ ഉള്ള സിനിമകളും സീരിയലും കാണേണ്ടതൊക്കെ ആവശ്യമില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടു തീർക്കുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. 2.5 മണിക്കൂറും 3 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ, 3 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. IPL-ന്റെ കളികൾ കണ്ടുകൊണ്ടിരിക്കാൻ സമയമുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. സമയമില്ലാത്ത എന്തിനാ? നിസ്കരിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, ദിക്റിന് സമയമില്ല. അവ ആർക്കാണ് പ്രശ്നം? എവിടെയാണ് പ്രശ്നം? മുൻഗാമികൾ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. ലാ യസാലു ലിസാനുക റതുബൻ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലായി നിന്റെ നാവ് നനയട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സ്വഹാബത്തിന് കൊടുത്തതാകുന്ന ഉപദേശമാണ്. ആ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിച്ചു സ്വഹാബത്ത്. ആ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിച്ചു. പിൽക്കാലത്ത് വന്നതാകുന്ന താബിഈകൾ, തബഉ താബിഈകൾ, അഇമ്മത്തുകൾ, അവർക്ക് ശേഷം വന്നതാകുന്ന മഹത്തുക്കളാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കൾ എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയും എല്ലാ ദിവസവും 30,000 തസ്ബീഹ് ചൊല്ലി അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയും ചെയ്ത മഹാനാണ്. അല്ലാഹുവിന്റെ ഒക്കെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അവരൊക്കെ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുളിര് വരും, ആത്മീയമായ ഉന്മേഷം വരും. അല്ലാഹു പോകാനും ഒരു സിയാറത്ത് ചെയ്യാനും അവരുടെ മദത് കാംക്ഷിക്കാനും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാനിത് എന്തിനാ പറഞ്ഞത്? നമ്മൾ 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് കൊണ്ട് നടക്കുക. അത് തന്നെ 2 റക്അത്ത് കഴിയുമ്പോൾ തുപ്പാൻ പോവാണ് ഹാജിയെ. 2 റക്അത്ത് കഴിഞ്ഞപ്പോ വെളിയിൽ ഉസ്താദ് ഷൂ അടക്കുന്ന അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. പിന്നെ തണുത്തോളവും കുടിച്ചുകൊണ്ട് അവിടെ പോയി കുറച്ചേരി ഇരിക്കും.
കുറച്ചു നേരം വെളിയിൽ പോയിരിക്കും, കുറച്ചു നേരം ബാത്റൂമിൽ പോയിരിക്കും, വാഷ്റൂമിലൊക്കെ പോയോ, പിന്നെ ഒരു രണ്ടാമതൊരു ഒന്നുമൊക്കെ എടുത്തുകൊണ്ട് ഒരു കിഴിവായും ഒക്കെ വിട്ട് സെറ്റ് ചെയ്ത് വീണ്ടും ഒന്നും എടുത്ത് വീണ്ടും വരിക, വെറുതെ സമയം കളയും. അപ്പോഴത്തേക്ക് ഇവിടെ ഇമാം എങ്ങോട്ട് പോകണം? റുക്കുവിലേക്ക് എത്തണം. അതാണ് ഇവന്റെ നിയ്യത്ത്. ഓടി വന്ന് പിന്നെ പെട്ടെന്ന് കൈ കെട്ടി അങ്ങോട്ട് റുക്കുവിലേക്ക് വരുത്തി പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും നിസ്കരിക്കുക. 20 റക്അത്ത് തന്നെ എല്ലാ വർഷവും റമദാൻ ആകുമ്പോൾ നമ്മൾ സുന്നികൾ തന്നെ ഇങ്ങനെ അന്വേഷിക്കുക, എന്ത് 20 വല്ല മാറ്റം ഉണ്ടോന്ന് ചോദിക്കുന്നത്. അല്ല, കുറവുണ്ടോ ഈ വർഷം? ഇതുവരെ നമുക്ക് അതുപോലെ ഒരു സുന്നത്യമാ തുറച്ചിട്ടില്ല. അല്ലാഹു മുളക്കാക്കട്ടെ. എല്ലാ വർഷവും ഇതിന്റെ തെളിവ് പിന്നെയും ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ട് ചർച്ചയാണ്. പിന്നെന്തു സുന്നിയാണ് നീ? വല്ലതും കുറവുണ്ടോന്നാ ചോദിക്കുന്നത്. കാരണം എന്താ? ഈമാനിന്റെ കുറവാണ്, ബലക്ഷയാണ്. അത്തരക്കാരായ ആളുകളുടെ വാദഗതികൾ ഒഴിവാക്കി മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് കൈമാറി തന്നതായ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ ചര്യ, ഖലീഫമാരെ മുറുകെ പിടിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് മഹനീയമാക്കപ്പെട്ടതാകുന്ന നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി 20 റക്അത്ത് തറാവീഹ് നമസ്കാരം നിന്നിലേക്ക് ഉറപ്പിക്കാൻ എന്തുകൊണ്ട് പ്രിയപ്പെട്ട സുന്നികളായ നമുക്ക് മനസ്സില്ല? എന്തുകൊണ്ട് അതിന് താല്പര്യമില്ല? ഇന്നും നമ്മൾ അതിന് ചാഞ്ചാട്ടമുള്ളവരായി നിൽക്കാൻ. ഇനി അഥവാ നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ സംഭവമായിട്ട് ആളുകളോട് പറയുമോ, ഇന്നലെ തറാവീഹ് നിസ്കരിച്ചു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. എന്റെ നിസ്കാരം ഒന്നും അല്ലടോ. ഇവിടെ മുൻഗാമികൾ 300 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് പോയ ആളുകളുണ്ട്. സാദാ സീത നമസ്കാരം, മുത്തലഖൻ സുന്നത്ത് നമസ്കാരം. അവരുടെ പിന്നിൽ പോയി നമ്മൾ എങ്ങനെ നിൽക്കും? അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അല്ലാഹു സാലിഹീങ്ങളെ ചേർക്കട്ടെ. അറിയുമോ നിങ്ങൾക്ക് മഹാനാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിങ്ങൾ പോയാൽ അലമിയ എന്ന് പറയുന്ന ഒരു ദേശം കാണാം. പ്രവിശാലമാക്കപ്പെട്ട ഒരു പള്ളിയുടെ മനോഹരമാക്കപ്പെട്ട ഒരു സൈഡ് ഭാഗത്തായി മഹാനാകുന്ന മദ്ഹബിന്റെ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു കടക്കുകയാണ്, അന്ത്യവിശ്രമം ചെയ്യുകയാണ്. അലമിയ എന്നാണ് ഇറാഖിലെ ആ സ്ഥലത്തിന്റെ വിളിപ്പേര് തന്നെ. അലമിയ അത് ആരിലേക്ക് ചേർത്തിട്ടാണ്? ഇമാമുൽ അലം. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ച ഇമാമിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്നറിയപ്പെടുന്നതായ മഹനീയമായ പേരിന് ആലിമീങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു. ലോകം അദ്ദേഹത്തെ വിളിച്ച പേരാണ് ഇമാമുൽ അലം. ഇമാമുൽ അലം, ഇമാമുൽ അലം. നമ്മുടെ മദ്ഹബിന്റെ ഇമാമ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചാരത്ത് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആരക്കാരുണ്ടായിരുന്നു. ഇത് സത്യമാണ്, ചരിത്രമാണ്. അവരുടെ ഖബറിന്റെ സമീപത്ത് വന്നിട്ട് ദുആരക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവരെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ അന്ത്യവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് ഇറാഖ്. ഇറാഖിലെ സ്ഥലമാണ് അലമിയ. വലിയ ഒരു പള്ളി, വിശാലമായ ഒരു പള്ളി അവരുടെ പേരിൽ പിന്നീട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാഖിലെ ഭരണാധികാരികൾ മുഖേന സ്ഥാപിക്കപ്പെട്ടതാകുന്ന ആ പള്ളി ഇന്നും നിലനിൽക്കുന്നു. മഹനീയമായ പള്ളിയുടേതാകുന്ന ഒരു സൈഡിലായി ബഹുമാനപ്പെട്ടവർ ദറസ് നടത്തിയതാകുന്ന ഭാഗം, അതോടൊപ്പം തന്നെ അവരുടെ ഖബർ ഷരീഫ്. ആ ഖബർ ഷരീഫിന്റെ പ്രത്യേകത അൽ ബിദായ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. 7000 ഖത്മുകൾ. 7000 ഖത്മുകൾ ആ ഖബർ തീർത്തതാകുന്ന സ്ഥലത്തിറങ്ങിയിരുന്നു കൊണ്ട് ഓതിയിരുന്നു മഹാനാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. എത്ര ഖത്ം? 7000 ഖത്ം. ഇവിടെ 7 ഖത്തം പോലും ഓതിയിട്ടില്ല. 3 ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് ഖത്തം ഓതുകയാണ്. അതാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. പാപ്പ മരിച്ചാ പിന്നെ 3 കൊല്ലുവല്ലോ നെഞ്ച് തൂതിയേക്കും. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ വയ്യ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 80-ൽ ജനിച്ചതായ മഹാനാണ്. കൂഫയിലാണ് ജനനം. വാപ്പയാകുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു മകനുണ്ട്, ആ മകൻ ആലിമാകാൻ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അന മദീനത്തുൽ ഇൽമി വലിയുൻ ബാബുഹാ. പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായ 4ാം ഖലീഫയായി കടന്നു വന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു എല്ലാ സൂഫി തരീഖത്തുകളുടെ മാർഗ്ഗരേഖ പോകുന്നത് ഖാദിരിയാകട്ടെ, റിഫായിയാകട്ടെ, ഏതെല്ലാം തരീഖത്തുകളുണ്ടോ ആ തരീഖത്തുകളെല്ലാം ചെന്ന് നിൽക്കുന്നത് ഒരേ ഒരു വ്യക്തിയിലേക്കാണ്, മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ലോകത്തെ
കടന്നു വന്നിട്ടുള്ള പ്രവാചക പരമ്പരകളുടെ ശൃംഖലകൾ മുഴുവനും ഈ സദസ്സിലുള്ള യഹ്യാ തങ്ങളുടെ പരമ്പരകളടക്കം ഒരേ ഒരു നാണയത്തുട്ടിലേക്കാണ് ചെല്ലുന്നത്. അതൊരു സാധാരണ വ്യക്തിയല്ല. മഹാനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പടച്ചറബേ അങ്ങകല നിദഫിലെ മണ്ണിൽ അന്തിവിശ്രമം ചെയ്യുന്ന മഹാനുഭാവനാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവർ നാലാം ഖലീഫയായി നിലകൊള്ളുന്ന കാലം അവരുടെ ചാരത്ത് വന്നുകൊണ്ട് സാബിത്ത് എന്ന് പറയുന്ന താബികളിൽ വ്യക്തി അദ്ദേഹം ചെന്നുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു മകനുണ്ട്, ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണേ. ആ മകൻ ഹഫിളാകണം, അലിമാകണം, ദീനിന്റെ കാവൽഭടനാകണം. അങ്ങനെ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ കരമുയർത്തി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ തൽഫലമായി അല്ലാഹു കൊടുത്ത പൊന്നുമോനാണ് ലോകം കണ്ട ഇമാമേ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ വിത്തബയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി, അറിയുമോ നിങ്ങൾക്ക് ഇമാമുൽ ആലമിനെ? ലോകത്ത് കടന്നു വന്നിട്ടുള്ള സർവ്വ ഇമാമികളിൽ ശ്രേഷ്ഠനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഹിജ്റ 80 കൂഫയിൽ ജനിച്ച മനുഷ്യൻ ഹിജ്റ 150 വഫാത്തായി. പരിശുദ്ധമാക്കപ്പെട്ട ആലമിയ ദേശത്തെ അദ്ദേഹത്തിന്റെ ഖബർ തീർക്കുമ്പോ ആ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. പിൽക്കാലത്തുള്ള സർവ്വ പണ്ഡിതന്മാർ, എല്ലാ ഔലിയാക്കൾ, എല്ലാ അമ്പിയാക്കൾ, എല്ലാ മഹത്തുക്കൾ അവിടെ പോകാത്തവരില്ല. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അടക്കമുള്ള പിന്നീട് വന്നിട്ടുള്ള എല്ലാ മശായിഖന്മാരും പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത ഒരേ ഒരു ഖബറാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അവർ മരിച്ചത് എങ്ങനെയെന്നറിയുമോ? അവരുടെ വഫാത്ത് എങ്ങനെയെന്നറിയുമോ? പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വം ലോകർക്ക് മുഴുവനും വിജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പ്രവാചകർ സ്വപ്നത്തിലൂടെ ദർശനം നടത്തി. ലോകൈക ഗുരുവാകുന്ന പ്രവാചകർ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുമതിയോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട ഇറാഖിന്റെ മണ്ണിലെത്തി അലമിയ ദേശത്തുള്ള ജനങ്ങൾക്ക് വിശ്വാസത്തിന്റെ ശാതുര തീരം പകർന്നു കൊടുക്കുകയാണ്. എല്ലാ വിജ്ഞാനങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ആ നാട്ടിൽ പിന്നീട് കടന്നു വന്ന മൻസൂർ എന്ന് പറയുന്നതായ രാജാവ് അദ്ദേഹം നിർബന്ധം ചെലുത്തുന്നു നാട്ടിലെ ഖാദിയാവാൻ. കാരണം നാട്ടിൽ ഇതിനേക്കാൾ വലിയ ആലിമില്ല, ഇതിനേക്കാൾ വലിയ പണ്ഡിതനില്ല. പക്ഷേ അദ്ദേഹം അധികാരികളുടെ പദവിയിലേക്ക് എത്താൻ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അടക്കമുള്ളവരോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഭരണാധികാരിയുടെ കളിപ്പാവുകളാകരുതേ. അവരിലേക്ക് അടുക്കുന്നത് തീയോടെടുക്കുന്നത് പോലെ വളരെ സൂക്ഷിക്കണേ. അധികാരികളുടെ കളിപ്പാവയായി നാട്ടിലെ ഖാദിയായി നിലകൊള്ളാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ചതാകുന്ന ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ ചാട്ടമാറടി കൊണ്ട് കാലിനടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണങ്കാലുകൾ അടിച്ചടിച്ച് ബഹുമാനപ്പെട്ടവരുടെ കാൽഭാഗം അല്ലാതെ ചോര പൊട്ടിയൊലിച്ച് വേദന കൊണ്ട് പൊളയുകയാണ്. ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ്. അന്നത്തതാകുന്ന ഭരണാധികാരിയായ മൻസൂർ എന്ന് പറയുന്ന വ്യക്തി അവസാനം ജയിലിൽ നമസ്കരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണ്. നമസ്കാരത്തിനായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ജയിൽ വെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. എത്ര വലിയ മരണമാണ്, എത്ര വലിയ മരണമാണ്. നമസ്കാരത്തെ വൃഥാവിലായി കാണുന്ന മുസ്ലിമേ, തമാശയായി കാണുന്ന ചെറുപ്പക്കാരാ, നമസ്കാരം കൊണ്ട് പടച്ചറപ്പിലേക്ക് അടുക്കില്ല എന്ന് കരുതുന്നുണ്ടോ? നിന്റെ വിഷമങ്ങളും വ്യതകളും പ്രയാസങ്ങളും നീങ്ങാൻ ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് നമസ്കാരമെന്ന് തിരിച്ചറിയണേ. വഫാത്തായി ബഹുമാനപ്പെട്ടവരുടെ ഖബറുള്ളത് ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാം. ആ ഖബറിന്റെ സമീപത്തിരുന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഓതി തീർത്തത്. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ 7000 ഖത്മുകൾ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതുകയാണ്. തുടക്കം മുതൽ
അവസാനം വരെ ഓതി 7000 ഖത്തും. അവിടെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. അള്ളാഹു പോകാനും കാണാനും ഒക്കെ തൗഫീഖ് തരട്ടെ. സിയാറത്തിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ഖബറിന്റെ സമീപത്തേക്ക് ആ സദസ്സു ദുആഇന് ഇജാബത്തുള്ളതാണെന്ന് മനസ്സിലാക്കി പിൽക്കാലത്തുള്ള എല്ലാ അയിമ്മത്തുകളും സൂഫിയാക്കളും മഹത്തുക്കളും മഹാനാകപ്പെട്ട ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ ഇമാമിയങ്ങളും അവിടെ വന്നുകൊണ്ട് ദുആ ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. ചരിത്രം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ വഫാത്ത് നമസ്കാരത്തിലൂടെ ആയിരുന്നു പറയാനാണ് ഇത് പറയുന്നത്. നമസ്കാരത്തെ അവർ നിസ്സാരപ്പെടുത്തിയില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു 300 റക്അത്ത് സുന്നത്ത് തന്നെ നമസ്കരിച്ചത്. ജയിലടക്കപ്പെട്ട സമയത്ത് പോലും മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കിരാതമാക്കപ്പെട്ട വാഴ്ചയ്ക്ക് നിദാനമായിട്ട് പോലും നമസ്കാരത്തെ ഒരു വഖത്ത് പോലും നഷ്ടപ്പെടുത്താതെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് നിലകൊണ്ട വ്യക്തിയാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനൊക്കെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ ഡെയിലി ഓതിയ അതിന്റെ ഗുണം നമുക്ക് ലഭിക്കും. കാരണം ഹിജറ 80 ജനിച്ചു. ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ് ഇമാം നാഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കൾ എത്രയോ മഹത്തുക്കളുടെ അടുക്കൽ നിന്ന് ഹമ്മാദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ വലിയ സൂഫിയാക്കളുടെ അടുക്കൽ നിന്ന് അറിവ് നുകർന്നവരാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്, തഫ്സീറിൽ കാണാം, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാപ്പ എന്തായാലും കണ്ടു. സാബിത്ത് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു കണ്ടിട്ട് ദ്വാരപ്പിച്ചിട്ടാണ് മകനെ ആലിമാക്കിയത്. ഇദ്ദേഹവും കണ്ടിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ ദീർഘായുസ് കിട്ടിയ സ്വഹാബിയാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനിമശിഷ്യനാണ്. 126ഓളം വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മയുമായി വരുമ്പോൾ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ ചെയ്തു, പ്രവാചകരെ എന്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കണം, തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന എന്റെ കുഞ്ഞിന്. അവൻ നബി തങ്ങൾ ദുആരന്നു കൊടുത്തു, അല്ലാഹുമ്മ അക്സിറു മാലഹു വവലദഹു, അല്ലാഹുവിനെ സമ്പത്ത് അധികരിപ്പിക്കണം, സന്താനങ്ങൾ അധികരിപ്പിക്കണം, അവന്റെ ആയുസ് നീ ദീർഘിപ്പിച്ചു കൊടുക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങളുടെ പ്രാർത്ഥനയുടെ തൽഫലമായി സ്വഹാബത്തൊക്കെ ചെറിയ ചെറിയ പ്രായങ്ങളിലും അല്ലാതെയും ഒക്കെ മരണപ്പെട്ടപ്പോൾ 100 വയസ്സ് മുകളിൽ ചരിത്രം രേഖപ്പെടുത്തുന്നു. 126, 127 വയസ്സുവരെ ജീവിച്ചു ആര്? മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം ഖദംതു 10 സനവാത്തിൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിശ്കാത്ത് അടക്കമുള്ള ഇമാം തബരീസി റളിയല്ലാഹു അൻഹുവിന്റെ മിശ്കാത്തുൽ മസാബിഹ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, 10 വർഷം ഞാൻ ഖിദ്മത്ത് എടുത്തു ആർക്ക്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കെ അന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതിന്റെ തൽഫലമായി നോക്കൂ നിങ്ങൾ, സാലിഹീകളെ കൊണ്ട് മഹത്തുക്കളെ കൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ചാൽ അതിൽ ഗുണം ലഭിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഉമ്മ പറഞ്ഞതിന്റെ പേരിലാണ് മകന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നത് നബി തങ്ങൾ. ഈ മനുഷ്യന് ദീർഘായുസ് കിട്ടി. ആ ദീർഘായുസ് കിട്ടിയ മനുഷ്യനെ വഫാത്തിന് മുമ്പ് ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം താബിയാണ് എന്ന് മഹാനാകുന്ന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെയെങ്കിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? താബിഈങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലായ ഇന്നലെ കിളിർത്ത മഴയ്ക്ക് ജനിക്കുകയും വഫാത്താകുകയും ചെയ്ത ഒരു സാധാരണ മനുഷ്യനല്ല അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പോലെയുള്ള അയിമ്മത്തുകൾ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ഇഷ്ടമാണ്. അവരെ ജനിച്ചത് ഹിജറ 470-ലാണ്. ഹിജറ 470 ഇറാഖിലെ ജീലാൻ എന്ന് പറയുന്ന ദേശത്ത് ജനിച്ചു. എപ്പോഴാണ്? ഹിജറ 470 ഇറാനിലെ ജീലാൻ. അവിടെ നിന്നാണ് പിന്നീട് ഇറാഖിലേക്ക് ബഹുമാനപ്പെട്ടവർ 18ാമത്തെ വയസ്സിൽ വരുന്നത്. അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തട്ടെ. ഹിജറ 561-ലാണ് അവിടുന്ന് വഫാത്താകുന്നത്. അപ്പൊ അതാണ് അവരുടെ കാലഘട്ടം. അബൂ ഹനീഫ ഇമാമിന്റെ കാലമോ ഹിജറ 80 ജനിച്ചു, 150 വഫാത്തായി. 70 വയസ്സായിരുന്നു വഫാത്താവുമ്പോഴുള്ള പ്രായം. 150 ഹിജറ 150-ലാണ് വഫാത്ത്. അതിലും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കൾ പോലും ജനിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നത്, പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നത്. അഥവാ ആദ്യത്തെ 3 നൂറ്റാണ്ട് 300 വർഷം ജീവിച്ചവരൊക്കെ തന്നെ ജയിച്ചു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിൽ ഉൾപ്പെട്ടവരാണ് ഇവരൊക്കെ, ഈ അയിമ്മത്തുകളെല്ലാം. അതുകൊണ്ട് തന്നെ നിസാരമായി കാണരുത്. അതിനാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ആ മദ്ഹബിന്റെ അയിമ്മത്തുകളെ പരിപൂർണമായി മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫ ഇമാമിന്റെ ചാരത്ത് പോയി നമ്മുടെ മദ്ഹബിന്റെ ഇമാമാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്തു. അദ്ദേഹം ക്രോഡീകരിച്ചതാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച മസലകളെ പിൻപറ്റി ആ മദ്ഹബിലായി ജീവിച്ചു മഹാനാകുന്ന ഔലിയാക്കളുടെ ഖുത്ബാകുന്ന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഏത് മദ്ഹബിന്റെ ആളാ? ഷാഫി മദ്ഹബ. പിന്നീട് വഫാത്തിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ അവസാനം ഷാഫി ഇമാമിന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിലേക്ക് ബഹുമാനപ്പെട്ടവർ മാറിയെന്നുണ്ട്. നാലാലൊരു മദ്ഹബ് വേണമല്ലോ സത്യവിശ്വാസികൾ. അവസാനം ഹംബലി ഇമാമിന്റെ മദ്ഹബിലേക്ക് മാറിയെന്നുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അവരുടെ ഖബറുള്ളതും ഇറാഖിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി സിയാറത്ത് ചെയ്യേണ്ട മഹത്തരമായ സ്ഥലമാണ് ഇറാഖ്. ഒരുപാട് മഹത്തുക്കൾ ഔലിയാക്കൾ അന്തിവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ്. അല്ലാഹുവിന്റെ പൊരുത്തം നൽകട്ടെ. അതാണല്ലോ നമ്മളൊക്കെ ഖുതുബിയത്തിന്റെ വരികളിലുള്ളത്. فلم تزل راقيا على مقام علا حويت أرفع صيت محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. ശൈഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി നിലകൊണ്ടത് ഷാഫി മദ്ഹബാണ്. അശ്ശാഫിഇയ്യ ഫസിർ തൽഹംബലിയ ബിലാ. പിന്നീടാണ് ഷാഫി ഇമാമിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹംബലി മദ്ഹബിലേക്ക് പിന്നീടാണ് മാറുന്നത്. കാരണം വഫാത്ത് വരെ മദ്ഹബ് വിട്ടുകൊണ്ടവർ ജീവിച്ചവരല്ല. ഇന്ന് ഒരുപാട് ബിദ്അത്തിന്റെ ആളുകൾ കടന്നു വരുന്നുണ്ട്. മദ്ഹബ് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് മദ്ഹബ് വേണ്ടേ വേണ്ട. പിഴച്ചു പോകാൻ അതിനേക്കാൾ വലുതൊന്നുമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇവരൊക്കെ പിൻപറ്റിയില്ല പിന്നെ നീ എന്ത് മുസ്ലിമാണ്, എന്ത് മോമിനാണ്? നീ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മസലകളെ എങ്ങനെ ഇസ്തിംബാത്ത് ചെയ്യും? നീ എങ്ങനെ മുജ്തഹിദാകും? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് അവരുടെ പിന്നിൽ അണിനിരക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർ നിസ്സാരക്കാരല്ല, അവരൊക്കെ സാലിഹീങ്ങളാണ്. അവരുടെ ചരിത്രം പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ. ഒരുപക്ഷേ ജീവിതത്തിൽ ഇന്ന് വരെ അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രം നിങ്ങളിൽ കേൾക്കാത്തവരുണ്ടാകും. ആദ്യമായി കേട്ടവർ വരെ ഈ മജ്ലിസിലുണ്ടാകുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അവരെ കുറിച്ചൊക്കെ അറിയണം, ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഈ ഉമ്മത്തിന് ഉത്ഭുതരുണ്ടാകുക. ദീനിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കുക, മനസ്സിലാക്കുക, സ്വാലിഹീങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് മനസ്സ് കൊതിക്കുക. നല്ല നല്ല സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ വെക്കേഷൻ സമയത്ത് അത്തരത്തിലുള്ള സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ബുക്ക് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. പ്രവാചകന്മാരെ കുറിച്ച് ശേഷം വന്നതാകുന്ന അയിമത്തുകൾ, ഇതേപോലെ നമ്മുടെ മദ്ഹബിന്റെ ഇമാമോ മറ്റുള്ള ഇമാമികളെ കുറിച്ചോ സഹാബത്തിനെ കുറിച്ചോ ഒരു പുസ്തകം നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ട മദ്രസയിൽ തന്നെ കൃത്യമായി വിടുന്നുണ്ടോ? ഈ സമയത്ത് പോലും ടൂർ പാക്കേജുകൾ ഇവിടെ നമുക്ക് പോയി കളിക്കാൻ നല്ല റാഹത്തായിട്ട് ഹൈദരാബാദ് പോയേക്കാം, ബാംഗ്ലൂരിൽ പോകാം, വണ്ടർലായിൽ പോയി നല്ല റാഹത്തായിട്ട് ചാടാം, കുറച്ചു നേരം പാർക്കിൽ പോയിരിക്കാം, മാളിൽ പോയിരിക്കാം. മദ്രസ ഒഴിവാക്കിക്കൊണ്ട് എന്ത് യാത്ര സഹോദരങ്ങളെ! ഇന്നത്തെ തലമുറ എങ്ങനെയായി പോയി, നഷ്ടപ്പെട്ടു പോയി. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ നല്ലതാണ്, എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിക്കും. നമ്മുടെ മഹല്ല് സാംസ്കാരിക സമിതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിന്റെ പ്രവർത്തകർ എന്നോട് സൂചിപ്പിക്കേണ്ട ബഹുനിരാകുന്ന ഇർഷാദ് ഉസ്താദും പ്രിയപ്പെട്ട യുവാക്കളിലെ നേതൃത്വ നിരയിലുള്ള റിയാസ് അടക്കമുള്ളവർ എന്നോട് സംബന്ധിച്ചപ്പോൾ പറഞ്ഞത്, അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളിൽ ഈ ജമാഅത്തിൽപ്പെട്ടതാകുന്ന 200ഓളം വരുന്ന കുടുംബങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവർക്ക് എത്ര പഠിക്കണോ, മദ്രസകളിൽ ഏതെല്ലാം വരെ പഠിക്കണോ അതിന് തയ്യാറ്, അറബി കോളേജുകൾ പഠിക്കണോ അതിന് വേണ്ടി
അതിലൊക്കെ വിടും. സ്കൂളുകളിൽ എന്ത് പഠിക്കണോ? എഞ്ചിനീയർ പഠിക്കണോ? ഡോക്ടർ ആവണോ? അഡ്വക്കേറ്റ് ആകണോ? പൈസ ഒന്നും നോക്കണ്ട, അവർ പഠിക്കാൻ തയ്യാറായ മതി. ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പഠിപ്പിക്കാം. എത്ര ലക്ഷം വേണമെങ്കിലും അതിന് മുടക്കാൻ തയ്യാറാണ്. അൽഹംദുലില്ലാഹ്. ഇതിനേക്കാൾ വലിയ തൗഫീഖ് മറ്റൊന്നുമല്ല. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിനെ പ്രവർത്തകരായി നിലകൊള്ളുന്നവർ, അതിനെ സഹായിക്കുന്നവർ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണയ്ക്കുന്നവർ, പ്രവാസികളായ ആളുകൾ, യുദ്ധത്തിന്റെ ഭീതിയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഖത്തറിലും UAE-യിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും ജോർദാനിലും അടക്കം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വളരെയേറെ ഭീതിയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരടക്കം സാമ്പത്തികമാകുന്ന ശേഷിയിൽ വളരെ പുറകോട്ട് പോയിട്ടുള്ളവർ പോലും നമ്മുടെ ജമാഅത്തിൽപ്പെട്ടവരും മറ്റുള്ളവരും ഒക്കെ കൈകോർത്തുകൊണ്ട് ഇലിയാസ് സാഹിബ് അടക്കമുള്ള എല്ലാവരും ഈ വിഷയത്തിൽ പദ്ധതിയിൽ പരിപൂർണമായി ഭാഗവാക്കാകുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, മറ്റുള്ളതാകുന്ന മിത്തബൈൽ ജമാഅത്തിന്റെ 9ഓളം സബ് മഹല്ലുകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യതിരക്തമാണ് നമ്മുടെ മഹല്ല്. ഒരുപാട് സമ്പന്നരൊന്നുമില്ല, സാധുക്കളായ ആളുകളാണ്. അന്നത്തെ ജീവിത ഉപാധികളുമായി മുന്നോട്ട് പോകുന്നവർ വളരെ സാധുക്കളാണ്. പക്ഷെ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു പരിശ്രമത്തിന് അൽഹംദുലില്ലാഹ് വലിയ കൂട്ടായ്മയോടുകൂടി, ഒത്തൊരുമയോടുകൂടി വന്നിരിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. ആരെല്ലാം അതിനെ സഹായിക്കുന്നവരുണ്ടോ, അതിനെ സഹകരിക്കുന്നവരുണ്ടോ, അവരൊക്കെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉറക്കെ ആമീൻ പറയുന്ന അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ.